Welcome to RK's Stories. താളം ഭാഗം 23. മുറിക്കുള്ളിൽ ശ്രീമോൾ കരച്ചിലായിരുന്നു. പ്രദീപിന്റെ അമ്മ കൊടുത്തുവിട്ട ചെറു ചൂടുണ്ടായിരുന്ന പാല് മേശപ്പുറത്തിരുന്ന് പാട കെട്ടി. കണ്ടുമുട്ടിയ നാൾ മുതൽ സ്വന്തമാക്കണമെന്ന മോഹം, സ്വന്തമായപ്പോ മനസ്സ് നിറഞ്ഞു തുടിക്കുന്ന ആഹ്ലാദം, എല്ലാം അവളുടെ ഹൃദയം ഉരുകിയൊഴുകുന്ന വേദനയിൽ ഒഴുകിപ്പോയിരിക്കുന്നു. അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ പ്രദീപ് ഉഴറി. അമ്മയുടെ കരയുന്ന മുഖവും തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്ന ഏട്ടന്റെ കാലൊച്ചകളും അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവന്റെ നെഞ്ചിൽ മുഖമമർത്തി ശമിക്കാത്ത വേദനകളുടെ കണ്ണീർ പെയ്ത്തിൽ അവൾ മുങ്ങിപ്പോയി. സ്നേഹിച്ച പുരുഷനൊപ്പമായെങ്കിലും സ്നേഹിച്ചു വളർത്തിയവർ ഇന്ന് തീണ്ടാപ്പാടകലെയാണ്. പറിച്ചെറിയാനാവാത്ത ബന്ധങ്ങളുടെയും ഹൃദയം കീഴടക്കിയ പ്രണയത്തിന്റെയും ഇടയിൽ ഞെരുങ്ങിപ്പോകുന്ന പെൺമനസ്സുകളുടെ വേദനകൾ എന്നും ഒരു തുടർക്കഥയാണ്. ബന്ധങ്ങൾക്കും പ്രണയത്തിനും ഇടയിലാടുന്ന തുലാസിന്റെ തട്ട് എങ്ങോട്ട് താഴ്ന്നാലും വേദനിക്കുന്ന ഹൃദയങ്ങൾ, അത് പ്രണയത്തിന്റെ മറ്റൊരു മുഖമാണ്. മകളെ സംരക്ഷിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് അവളുടെ ഹൃദയം കീഴടക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലും അഭിമാനത്തിന്റെ പേരിൽ അവളുടെ ഇഷ്ടത്തിനു മേൽ കത്തിവെക്കുന്ന ബന്ധുക്കളാണോ, അതോ മനസ്സിലിഷ്ടപ്പെട്ടവൾ തനിക്ക് അപ്രാപ്യയാണെന്ന് അറിഞ്ഞിട്ടും അവളുടെ പ്രണയവും ഒടുവിൽ ബന്ധുക്കളെ മറികടന്ന് അവളെ സ്വന്തമാക്കുന്നവനോ കുറ്റക്കാർ? ഇതിലെവിടെയാണ് വിധിയുടെ കൈകൾ നിൽക്കുന്നത്? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിൽ ഒഴുകിയാലും പ്രണയം പിന്നെയും മനുഷ്യരെ തന്നിലേക്ക് വലിച്ചിഴച്ചിടുകയും സന്തോഷിപ്പിക്കുകയും വേദനിപ്പിക്കുകയും പിന്നെയും പ്രണയിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഭ്രമകൽപ്പനകൾ നിറഞ്ഞൊരു തുടർക്കഥ പോലെ. ശ്രീകുട്ടി, അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടവൻ ആർദ്രതയോടെ വിളിച്ചു. എന്തോ? തേങ്ങലുകൾക്കിടയിലും അവൾ വിളി കേട്ടു. ആ ശബ്ദം കണ്ണുനീരിൽ കുതിർന്നിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കരുതായിരുന്നല്ലേ? അവന്റെ നെഞ്ചിൽ നിന്നും അവൾ മുഖമുയർത്തി. കരഞ്ഞ് കലങ്ങിച്ചു വന്ന കണ്ണുകൾ അവനെ നോക്കി പിടച്ചു. അതെന്താ? എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവളാ നീ. ഞാനല്ലേ പിന്നാലെ നടന്ന് സ്നേഹിച്ചതും നിന്നെ കൊണ്ട് സ്നേഹിപ്പിച്ചതും. എന്നിട്ടിപ്പോ ഈ കിടന്ന് കരയുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ലടാ. ഈ കണ്ണീര് കാണാൻ വേണ്ടിയായിരുന്നു കഷ്ടപ്പെട്ട് നിന്നെ സ്വന്തമാക്കിയതെന്ന് തോന്നിപ്പോകുന്നു. ഓ, കളിയായിട്ട് അവന്റെ നെഞ്ചിൽ തല്ലിയിട്ട് വീണ്ടും അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. വിഷമമുണ്ട് എന്നുള്ളത് നേര് തന്നെയാ, പക്ഷെ അതിനുമപ്പുറം ഉള്ള നിറയുന്ന സന്തോഷവുമുണ്ട്. ഇപ്പൊ എന്റേതായില്ലേ? എത്ര നാൾ കാത്തിരുന്നതാ. അവളുടെ കൈകൾ അവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ തെരുപ്പിടിച്ചു. എന്നാലും പാതി പറഞ്ഞെത്തിയ അവന്റെ ചുണ്ടുകൾ കൈവിരലുകളാൽ മൂടിയിട്ടവൾ മുഖമുയർത്തിയെത്തിച്ച് അവന്റെ കവളിൽ മുത്തി. അതേസമയം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിലും അമർന്നിരുന്നു. ശ്വാസത്തോടൊപ്പം ഉള്ളിലേക്കെത്തിയ അവളുടെ ഗന്ധം അവന്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തെ തൊട്ടുണർത്തി. അവൻ ഒരിക്കൽ കൂടി അവളുടെ മൂർധാവിനെ നുകർന്നു. അവളൊന്ന് കുറുകി. ശ്രീകുട്ടി. എന്തോ? അമ്മ വൈകുന്നേരം എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നില്ലേ? എന്ത്? മുഖത്തെ കണ്ണീർപ്പാടുകൾ അവന്റെ ഷർട്ടിലിട്ട് ഉരച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്. ഒരു കൊച്ചുണ്ടായാൽ എന്റെ വീട്ടുകാരുടെ ദേഷ്യമൊക്കെ അങ്ങ് മാറിക്കൊള്ളൂന്ന്. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നേ. അപ്പോഴും അവൾ മുഖമുയർത്തിയില്ല. ആ ഒരു ഐഡിയ എത്രയും പെട്ടെന്ന് നമുക്കങ്ങ് പ്രാവർത്തികമാക്കിയാലോ എന്ന്. നെഞ്ചിലൊരുവളുടെ കുലുങ്ങിച്ചിരി അവൻ കേട്ടു. ഒപ്പം ചെറു നോവുണർത്തിക്കൊണ്ട് ഒരു കടിയും. എത്ര പെട്ടെന്നാണ് പ്രണയമൊരു കരച്ചിലിനെ വഴിമാറ്റി ചിരിയാക്കി ഒഴുക്കുന്നത്. അവന്റെ കൈകൾ അവളെ ഒന്നുകൂടി ചേർത്ത് ഇറുക്കെ പുണർന്നു. നീ എന്താണ് ചെറുക്ക, കുറെ നേരം ആയല്ലോ കാലുവെന്ന നായെപ്പോലെ എന്റെ പിന്നാലെ നടക്കുന്നേ. എന്താ കാര്യം? ഏട്ടനും ഏട്ടത്തെയും മുറിയിൽ കയറി വാതിലടച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാ പ്രവീൺ അമ്മയുടെ പിന്നാലെ ചിക്കിയും തോണ്ടിയുള്ള നടപ്പ്. അല്ലമ്മേ, അതെ, ഏട്ടന്റെ കല്യാണം കഴിഞ്ഞില്ലേ? അവന്റെ ആ ചോദ്യം കേട്ട് മിനി തിരിഞ്ഞു നിന്നു. അതിന് അമ്മൂരിക്ക് ആ ഗോപിച്ചേട്ടന്റെ മോളുടെ കാര്യം പറഞ്ഞായിരുന്നില്ലേ? പറഞ്ഞായിരുന്നു.
തല ഇളക്കി അവനെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ടാ അവരത് പറഞ്ഞത്. നമുക്കതങ്ങ് ആലോചിച്ചാലോ? നേരെ വന്ന് വെളുത്തിട്ട് പോരെ, അതോ ഇന്ന് രാത്രി തന്നെ ആലോചിക്കണോ ആവോ? അമ്മേ, മിഠായിക്ക് വാശി പിടിക്കുന്ന കൊച്ചുപിള്ളേരെ പോലെ അവനൊന്ന് ചിണുങ്ങി. ഒന്ന് പോയടെ ചെറുക്ക, ഒരുത്തൻ കെട്ടി അകത്തേക്ക് കയറിയതേ ഉള്ളൂ, അപ്പതേ അടുത്തവൻ. അത് പിന്നെ അമ്മയല്ലേ പറഞ്ഞത് ഏട്ടന്റെ കെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആലോചിക്കാമെന്ന്. ഇളയ ചെക്കനാണ് പുന്നാരിച്ച് വളർത്തിയതെന്ന് ഞാൻ ഓർക്കത്തില്ല, മുട്ടുകാലങ്ങ കയറ്റി തിരിഞ്ഞ്. ഇതൊരു ചതിവായി പോയമ്മേ, ആന കൊടുത്താലും ആശ കൊടുക്കരുന്നല്ലേ. തൽക്കാലം ഓൻ ആശയനം കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരിക്കി. ഇല്ലേ നീ ചെന്ന് അച്ഛനോട് പറ, അങ്ങേര് ഒരു പരിഹാരം ഉണ്ടാക്കി തരും. അതെ, കല്യാണം ആലോചിക്കാനാ, അല്ലാതെ മുടക്കാനല്ല. എന്നാ മോൻ കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്ക്. ഇപ്പൊ കേറി വന്നതേ ഒന്ന് മെരുങ്ങട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഓ, അതെ ഏട്ടൻ മെരുക്കിക്കൊള്ളുന്നേ. അതിന് മറുപടി പറയാതെ അവനെ തുറിച്ചൊന്ന് നോക്കിയിട്ട് മിനി അടുക്കളയിരുന്ന ചൂലും കെട്ടെടുത്ത് കൈവേളയിലൊന്ന് കുത്തി. അതോടെ പ്രവീൺ അടുക്കള വാതിൽ വഴി പുറത്തേക്ക് ചാടി. ഭാര്യയിടത്ത് തറവാടിന്റെ പൂമുഖത്തുണ്ടായിരുന്നു എല്ലാവരും. അമ്പലത്തിൽ നിന്നും ഗാനമേളയുടെ ശീലുകൾ ഇടയ്ക്ക് വീശുന്ന കാറ്റിനൊപ്പം ഒഴുകിയെത്തുന്നുണ്ട്. സാധാരണഗതിയിൽ എല്ലാവരും ഈ സമയം അമ്പലപ്പറമ്പിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ വൈകുന്നേരം നടന്ന സംഭവത്തിന്റെ ബാക്കി സംസാരത്തിലായിരുന്നു അവരെല്ലാം. സേതു, പണിക്കശ്ശേരിയിലെ റിജുവിന് നിന്നോടാ കൂടുതൽ ദേഷ്യം. നീയാണതിന് പിന്നിലെന്നാ മേനോനും പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നീ ഒന്ന് സൂക്ഷിക്കണം. അച്ഛന്റെ ആ കരുതലിൽ സേതു ചിരിച്ചു. ഇത് കൊള്ളാം. ആ തിരുവോത്ത പ്രദീപ് അവരുടെ കൊച്ചിനെയും കൊണ്ടുപോയതിന് നമ്മുടെ ചെക്കനെന്ത് പിഴച്ചു? ചെറിയമ്മായി സേതുവിനെ തലോടി. അങ്ങനെ പറയണ്ട ചെറിയമ്മായി, ആ പെണ്ണിനെ പണിക്കശ്ശേരിയിൽ നിന്നും കൊണ്ടുവരാൻ ഉപയോഗിച്ചതേ നമ്മുടെ കാറാണെന്ന് കരക്കാര് മൊത്തം അറിഞ്ഞിട്ടുണ്ട്. ഓ, നീ പോടാ. അവര് പ്രജിത്തിനെ നോക്കി പുച്ഛിച്ചു. എന്നാലും ഒന്ന് സൂക്ഷിച്ചേക്ക്. മാരാർ വീണ്ടും പറഞ്ഞപ്പോ സേതു തലയാട്ടി. ശരിയച്ച. അർജുട്ടനെ അതിനിടയിലൊന്നും കണ്ടില്ലല്ലോടി. ചെറിയമ്മാവന്റെ ചോദ്യം കേട്ട് ചെറിയമ്മായി കൈമലർത്തി. ആർക്കറിയാം, ആ ചെക്കൻ അമ്പലപ്പറമ്പിൽ തന്നെ കാണും. എടാ സേതു, നിന്റെ കൂടെ നടന്നിരുന്നവന്മാർ രണ്ടും ഇപ്പൊ പെണ്ണ് കെട്ടി. ഇനിയെങ്കിലും നിനക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ? ചെറിയമ്മായിയുടെ അഭിപ്രായം കേട്ട് അവൻ അവരെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചതേ ഉള്ളൂ. മോനെ, നീ ചെറിയമ്മായി പറയണതൊന്ന് കേക്ക്. ആ മാണിക്കലെ കൊച്ചു നല്ലതാടാ, നമുക്കതങ്ങ് ആലോചിക്കാം. ചെറിയമ്മായി ഒന്നുകൂടെ സേതുവിനെ ഇളക്കാൻ നോക്കി. എന്റെ ചെറിയമ്മായി, ആ പ്രദീപിന്റെ അനിയനെ അവളെ വലിയ കാര്യമാ. മിനിയമ്മയാന്ന് അധികം താമസിയാതെ ആലോചനയും കൊണ്ട് മാണിക്കലേക്ക് പോവാനിരിക്കുക. അങ്ങനെയാ ആമ്പിള്ളേര്. അവരവന്റെ ക്രിക്കറ്റ് കുത്തിയിട്ട് പറഞ്ഞു. നീ ഇങ്ങനെ മൂത്ത് നരച്ച് ഇവിടെ ഇരുന്നോ കേട്ടോ. ഓ. അതിനും അവൻ തലയാട്ടി. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ക്രിസ്റ്റിയുടെ കാര്യം ഒന്ന് ആലോചിക്കാടുത്തത്. അവൾക്ക് വയസ്സെത്രയെന്ന എല്ലാവരുടെയും വിചാരം. പറഞ്ഞതിനൊപ്പം അവൻ അവളെ കൈകാട്ടി അടുത്തേക്ക് വിളിക്കുകയും ചെയ്തു. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അരമതലിരിക്കുകയായിരുന്ന സേതുവിന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് അവൾ പറഞ്ഞു. പറ്റൂച്ച, സേതുവേട്ടൻ എനിക്കൊരു ജോലി സംഘടിപ്പിച്ചതാ. ഇവിടെ ഇരിക്കുമ്പോ ഇടയ്ക്കൊക്കെ അച്ഛനെ കുറിച്ച് ഓർത്തു പോകും. പറഞ്ഞു വന്നപ്പോ അവളുടെ തൊണ്ട ഇടറി. സേതു തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തു പിടിച്ചു. നിനക്ക് ജോലിക്ക് പോകണമെന്ന് നിർബന്ധമാണോ? ആ ചോദ്യം കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. കിട്ടുമോ? പിന്നെന്താ കിട്ടാതെ. എന്റെ കൂടെ ബോംബെയിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ ടൗണിൽ പുതിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുന്നുണ്ട്. വലിയ ആൾക്കാരാ. നിനക്ക് താല്പര്യമുണ്ടേ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അത് കേട്ടതും അവൾ അരമതലിൽ നിന്നും ചാടിയിറങ്ങി സേതുവിന്റെ മുന്നിൽ നിന്നു. പ്ലീസ് 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 സേതുവേട്ടാ, ഒന്ന് പറഞ്ഞ് ശരിയാക്കി തന്നെ. അത് നിനക്കെന്താ ഭ്രാന്തുണ്ടോ വൃശ്ചി? ജോലിക്ക് പോകാനേ ഇവിടെ വല്ലോടത്ത് ഇരുന്നാ പോരാ. പ്രജിത്ത് പറഞ്ഞത് കേട്ട് അവൾ ദേഷ്യത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. എടാ പെമ്പിള്ളേരെ സ്വന്തം കാലിൽ നിൽക്കുന്നതാ ഇനിയുള്ള കാലത്തൊക്കെ നല്ലത്. അവൾക്കതിന് താല്പര്യമാണെന്നല്ലേ പറയുന്നേ, പിന്നെ നീ എന്തിനു ഇടം കൊള്ളുന്നേ? സേതു അല്പം കടുപ്പിച്ചു പറഞ്ഞതോടെ പ്രജിത്ത് നിശബ്ദനായി. ഈ തുണിക്കട എന്നൊക്കെ പറഞ്ഞാല് രാത്രി ഇറങ്ങുമ്പോ തന്നെ സമയം കുറയാവില്ല സേതു? അത്രയും നേരം നിശബ്ദയായിരുന്ന വല്യമ്മയുടെ ചോദ്യത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഉത്കണ്ഠ സേതുവിന് മനസ്സിലായി. ഇവള് ബികോം പാസ്സായതല്ലേ വല്യമ്മേ, അവരുടെ അക്കൗണ്ട്സിൽ വല്ല ട്രെയിനിയോ മറ്റോ കിട്ടുമെന്ന് നോക്കാം. അതാകുമ്പം രാത്രി വരെ നിൽക്കേണ്ടിയും വരില്ല. നിനക്ക് പരിചയമുള്ളവർ തന്നെയാണല്ലോ അല്ലേ?
അച്ഛന്റെ ചോദ്യത്തിൽ അവൻ തലയിളക്കി. അതെ അച്ഛ, അവൻ ബോംബെയിൽ എൻ്റെ ഒപ്പം താമസിച്ചിരുന്നവനാ, നല്ല പയ്യനാ. എന്നാ ശരി. ചെറിയച്ഛൻ സമ്മതിച്ചതോടെ വൃശ്ചികയ്ക്ക് ഉത്സാഹമായി. എങ്കിൽ നാളെ തന്നെ പോവാൻ ചെയ്തു കേട്ടാ നമുക്ക്. നാളെയോ? ഉത്സവം കഴിഞ്ഞിട്ട് പോരെ. ഇനി പെട്ടെന്നെങ്ങാനും ജോലിക്ക് കയറേണ്ടി വന്ന നിനക്ക് ഉത്സവം കൂടാൻ പറ്റില്ല കേട്ടോ. ഓ, ഉത്സവത്തിന് പോകാൻ പണ്ടത്തെ പോലെ എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്തായാലും ഉത്സവം കഴിഞ്ഞിട്ട് മതി. അമ്മ പറഞ്ഞതോടെ അത് മതിയെന്ന മട്ടിൽ അവളും തലയാട്ടി. ഞാനെന്നാ യാമിയോടൊന്ന് വിളിച്ചു പറയട്ടെ. ഫോൺ ഇരിക്കുന്ന മുറിയിലേക്ക് ഓടുന്നവളെ നോക്കി എല്ലാവരും ചിരിച്ചപ്പോ വല്യമ്മയിൽ നിന്നും ഒരു നെടുവീർപ്പുയർന്നു. ട്രീസാമ്മയുടെയും റോസിന്റെയും അന്ന് രാത്രിയിലെ സംസാര വിഷയം ശ്രീമോളുടെ ഒളിച്ചോട്ടവും വിവാഹവും തന്നെയായിരുന്നു. കാശിയപ്പൻ ഭാര്യയിടത്തെ കാറോടിച്ചതും പ്രദീപും ശ്രീമോളും തേവരുടെ അമ്പലത്തിൽ വെച്ച് വിവാഹിതരായതും പണിക്കശ്ശേരിയിലെ റിജുവുമായി സേതുവേട്ടൻ നുന്തും തള്ളും ഉണ്ടായതും ഒടുവിൽ എല്ലാവരും ചേർന്ന് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിൽ പോയതും നേരിൽ കണ്ടതുപോലെ പടിയിലിരുന്ന അമ്മച്ചിയോട് വിവരിക്കുന്നതിനിടയിലാണ് വീടിന് മുൻവശത്തെ വഴിയിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് റോസ് കണ്ടത്. കാറിൽ നിന്നും ഇറങ്ങി വരുന്ന സേവിച്ചനെയും വിൽസനെയും കണ്ടതോടെ അവരുടെ മുഖം കറുത്തു. അവരുടെ ആ ഭാവമാറ്റത്തിന്റെ കാരണമറിയാതിരുന്ന ട്രീസാമ്മ കയറി വന്ന വിരുന്നുകാരെ ചിരിച്ചുകൊണ്ട് വരവേറ്റു. അമ്മയോടൊപ്പം എഴുന്നേറ്റ റോസ് ആകട്ടെ അവരുടെ നേരെ നോക്കിയതേയില്ല. ഉത്സവമായിട്ട് ട്രീസാമ്മ കുഞ്ഞം അമ്പലത്തിലേക്കൊന്നും പോയില്ലായിരുന്നോ? കുശലാന്വേഷണത്തോടെ സേവിച്ചൻ അകത്തേക്ക് കയറി. നെഞ്ചിൽ കൈ ചേർത്ത് അതിവിനയത്തോടെയുള്ള വിൽസന്റെ നിൽപ്പ് കണ്ടതും റോസിന് ചൊറിഞ്ഞു കയറി. ഇച്ചായം പോയേ പിന്നെ ഞാൻ അങ്ങനെ ആഘോഷങ്ങൾക്കൊന്നും പോകാറില്ല പിള്ളേരെ. അവരെ സ്വീകരിച്ചിരുത്തുന്നതിനിടയിൽ അമ്മച്ചി പറയുന്നതൊന്നും റോസ് ശ്രദ്ധിച്ചതേയില്ല. രണ്ടിനെയും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനെന്നായിരുന്നു അവളുടെ ചിന്ത. ഇവളെ ഞങ്ങൾ അമ്പലപ്പറമ്പ് വെച്ച് കണ്ടായിരുന്നു, കൂട്ടത്തിലോ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. സേവിച്ചന്റെ കുറ്റപ്പെടുത്തിയുള്ള നോട്ടത്തിൽ റോസ് പുച്ഛത്തോടെ ചിരിച്ചു. അപ്പോ ഇതിനായിരുന്നു ഈനാമ്പേച്ചിയും മരപ്പട്ടിയും കൂടെ എഴുന്നള്ളിയത്. ചിന്തിക്കുന്നതിനിടയിൽ അമ്മച്ചിയുടെ മുഖം ചുളിച്ചുള്ള നോട്ടം അവൾക്ക് നേരെ നീണ്ടു. അത് ഭാര്യയെടുത്തെ പ്രജിത്തേട്ടനായിരുന്നു അമ്മച്ചി. ആരുമായിക്കൊള്ളട്ടെ മോളെ, പക്ഷെ ഇങ്ങനെ കണ്ടവന്മാരോടൊക്കെയുള്ള അടുപ്പമൊന്നും നമുക്ക് വേണ്ട. കരിമ്പനക്കാട്ടുകാരുടെ ഒരു രീതി അതല്ല. അതുകൊണ്ടല്ല അച്ചായൻ അവിടെ വെച്ച് മോളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. സേവിച്ചന്റെ ആ സംസാരം കേട്ടതും ഞൊടിയിടയിൽ ട്രീസാമ്മയുടെ മുഖഭാവം മാറി. അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു, എങ്ങനെ പെരുമാറിയെന്ന്? നീ അവിടെ വല്ലതും ചെയ്തോ? അയ്യോ കുഞ്ഞമ്മ, ഞാനൊന്നും ചെയ്തില്ല. ഞങ്ങൾ നോക്കിയപ്പോ അവൻ ഇവൾക്ക് വളയൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് അങ്ങനെ വളയൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ ഇവളെ ഒന്ന് ഗുണദോഷിച്ചു, അത്രേ ഉള്ളൂ. എനിക്കതിനുള്ള അവകാശമില്ലേ? ഞാൻ ഇവളുടെ അച്ചായനല്ലേ? സേവിച്ചന് നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ട്രീസാമ്മ മുന്നോട്ടെടുത്തു. അവരുടെ കണ്ണുകളിലെ തീ കണ്ട് അവനും കൂട്ടത്തിൽ വിൽസനും കസേരകളിൽ നിന്നും എഴുന്നേറ്റു പോയി. സേവിച്ച, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ചോദിക്കാനും ഞാനിവിടെയുണ്ട്. ഇത്ര നാളും ബന്ധുക്കളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇച്ചായന്റെ വീട്ടുകാരിലെ നോർത്തിട്ടാ കാര്യം വന്നപ്പോ സ്വീകരിച്ചിരുത്തിയതും അപ്പച്ചൻ മരിച്ചപ്പോ കരിമ്പനക്കാട്ടേക്ക് വന്നതും. പക്ഷെ അതും പറഞ്ഞുകൊണ്ടാരും ഈ വീടിന്റെ നാഥനാകാനൊന്നും ശ്രമിക്കണ്ട. അവൾ നടന്നു തുടങ്ങിയപ്പോ മുതൽ പോകുന്ന വീടാ ഭാര്യയെടുത്ത്. അവൾക്കത് സ്വന്തം വീട് പോലെ തന്നെയാ. ആരുമില്ലാതിരുന്ന അവസ്ഥയിലും അവരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു താങ്ങായിട്ട്. അതുകൊണ്ട് ഇനി മേലാലി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്. റോസിന്റെ മുഖം തെളിഞ്ഞു. അയ്യോ ആന്റി, സത്യത്തിൽ ഞങ്ങളെ കാര്യം പറയാൻ വന്നതല്ല. ഇവിടെ ഉത്സവം കാണാൻ വന്നപ്പോ തൊട്ടടുത്ത് തന്നെ കൊച്ചാപ്പന്റെ വീട് നിവം പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞ് ഒന്ന് കയറി കണ്ടിട്ട് പോകാന്ന്. വിൽസ, അതൊക്കെ ശരി തന്നെ. വരാം, കാണാം, സംസാരിക്കാം, ചായ കുടിച്ചിട്ട് പോവാം. അതിനപ്പുറം മറ്റൊരു അധികാരവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാതിരുന്നാ മതി. സേവിച്ചന്റെ മുഖത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന ഭാവം മാറുന്നതും അവിടെ കുടിലത നിറഞ്ഞൊരു ചിരി പൊട്ടിമുളക്കുന്നതും റോസ് കണ്ടു. ട്രീസ കുഞ്ഞമ്മേ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവളെന്റെ കൊച്ചാപ്പന്റെ മോളാ. അവളുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേണ്ടാതീനം കാട്ടിയ ഞാൻ ഇടപെടും. അമ്മച്ചിയും മോളും കേൾക്കാൻ വേണ്ടി തന്നെയാ ഈ പറയുന്നേ. അത്രയും പറഞ്ഞിട്ട് അവൻ റോസിന് നേർക്ക് തിരിഞ്ഞു. വിൽസനെ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോ നിനക്ക് പറ്റില്ല അല്ലേ? എന്നിട്ട് കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാം, അതിനൊരു കുഴപ്പമില്ല. സൂക്ഷിച്ച്. അവൻ റോസിന്റെ മുഖത്തിന് മുന്നിൽ വിരലാട്ടി താക്കീത് നൽകിക്കൊണ്ട് തുടർന്നു. സൂക്ഷിച്ച് നടന്നോളണം, ഇല്ലേ മക്കള് വിവരം അറിയും. വാടാ. വിൽസനെ വിളിച്ചുകൊണ്ട് സേവിച്ചൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ വരുത്തിക്കൂട്ടിയൊരു ചിരിയുമായി വിൽസൺ തിരിഞ്ഞു നിന്നു. സാരമില്ല, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാന്നേ. ഓടാ.
റോസിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. വിൽസന്റെ ചുണ്ടുകളിലെ ചിരി മായുന്നതും ആ മുഖം ഇരുട്ടു കുത്തുന്നതും കണ്ടുകൊണ്ടവൾ നിൽക്കുമ്പോൾ മുഖം തിരിച്ച് വിൽസനും സേവിച്ചതിനു പിന്നാലെ പടികൾ ഇറങ്ങി. കരിമ്പനക്കാട്ടെ ബെൻസുകാർ റോസിന്റെ വീടിന് മുന്നിൽ നിന്നും തിരികെ പോയപ്പോ വഴിയോരത്തെ പൂവരസിനു പിന്നിലെ ഇരുട്ടിൽ കാശിയപ്പൂപ്പന്റെ ചുണ്ടിലെ വീടിക്കുറ്റി എരിഞ്ഞു. പിറ്റേന്ന് കാലത്ത് പതിവ് പോലെ യാമിയെയും കൂട്ടി പ്രജിത്തിന്റെ കടയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് വൃഷ്ടി ജോലിക്ക് പോകാൻ പോകുന്ന കാര്യം യാമി റോസിനോട് പറഞ്ഞത്. തിരികെ വരും വഴി ഭാര്യയെടുത്ത് കയറി അവളെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് റോസ് സ്കൂട്ടർ പറത്തിവിട്ടു. മണ്ടോത്തുകാരുടെ പറമ്പ് തുടങ്ങും മുന്നേയുള്ള തെങ്ങിൻ ചുവട്ടിൽ പതിവ് പോലെ ആൻഡോ ചേട്ടനും കൂട്ടരുമുണ്ട്. ചീട്ടുകളിക്ക് പകരം കാര്യമായ എന്തോ ചർച്ചയിലാണവർ. റോസ് അവരുടെ അടുത്തായി സ്കൂട്ടർ ചവിട്ടി നിർത്തി. എന്തു ആൻഡോ ചേട്ടാ, കലങ്കുഷമായ ചർച്ചയിലാണല്ലോ. ആരിത് റോസമ്മയോ? ഇന്നലെ ആ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുമ്പോ നിന്നെ അതിനിടയിൽ കണ്ടില്ലല്ലോ ഒടിവണ്ണേ. ഭാസ്കരന്റെ വകയാണ് അന്വേഷണം. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി ഭാസ്കരേട്ടാ, അതുകൊണ്ട് എല്ലാം ജസ്റ്റ് മിസ്സായി പോയെന്നേ. ആട്ടെ, എന്താ ഇപ്പോഴത്തെ സംസാര വിഷയം? പണിക്കശ്ശേരിക്കാരി പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇന്ന് പണിക്കശ്ശേരിയില് അവരുടെ ബന്ധുക്കൾ മൊത്തം വന്നിട്ടുണ്ടത്രേ. ഭാസ്കരനെ അവിടെ ചെത്താൻ പോയപ്പോ കണ്ടതാ. കേട്ടിടത്തോളം അവർക്ക് ഇപ്പൊ യാത്രത മുഴുവൻ നമ്മുടെ ഭാര്യയെടുത്ത സേതുവിനോടാ. പ്രതിപെട്ട ശ്രീമോളേച്ചയെ കിട്ടിയതിന് സേതുവിന് എന്ത് വിളിച്ചു? റോസിന് പിന്നിൽ നിന്നും യാമിയുടെ ചോദ്യം കേട്ട് എല്ലാവരുടെയും വാ പൊളിഞ്ഞു. ഇത്രയും കാലത്തിനിടയ്ക്ക് അതിലെ പോകുമ്പോഴൊക്കെ വണ്ടി നിർത്തി റോസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുമെന്നല്ലാതെ പിന്നിലിരിക്കുന്ന യാമിയുടെ ശബ്ദം ഇന്നേ വരെ അവരാരും കേട്ടിട്ടില്ല. റോസും അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകൾ കൂർപ്പിച്ചു. അബദ്ധം മനസ്സിലാക്കിയതുപോലെ യാമി മിഴികൾ മാറ്റി. എന്തായാലും ഇന്നു മുതൽ ഞങ്ങളുടെ എല്ലാം നോട്ടം വാര്യടത്തേക്കുണ്ടാവും. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം സേതുവിനെ ഒരു പോലീസുകാരും തുറത്തില്ല. കൊള്ളാം, നന്നായി. അതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇനി ചീട്ടുകളി വാര്യടത്തെ മതിലിന് മുന്നിലായിരിക്കും അല്ലേ? റോസമ്മ വാരിയത് കേട്ട് ആൻഡ്രോയുടെ ശിങ്കിടികൾ ചിരിച്ചപ്പോ അതത്ര രസിക്കാത്ത മട്ടിൽ അയാൾ അവളെ നോക്കി താടി ചൊറിഞ്ഞു. പോയടി മോള്, പലഹാരങ്ങൾ കൊടുക്കാൻ ഇറങ്ങിയതല്ലേ, ചെല്ല് എന്തുകൊണ്ട് കൊടുക്കാൻ നോക്ക്. അയാളെ നോക്കി കണ്ണിറുക്കിയിട്ട് അവൾ കൈനറ്റിക് ഹോണ്ട മുന്നോട്ടെടുത്തു. അവർ ചെല്ലുമ്പോ കാശിയപ്പൂപ്പൻ മണ്ടോത്തെ ഒളിഞ്ഞു വീഴാറായ വരാന്തയിലുണ്ടായിരുന്നു. റോസ് ഉഴുന്നുവടയുടെ പൊതി എടുത്ത് നീട്ടിയപ്പോ കാശിയപ്പൂപ്പൻ വരാന്തയിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. ഇന്നലെ രാത്രി അവന്മാര് വീണ്ടും വന്നിരുന്നല്ലേ? ആ ചോദ്യം മനസ്സിൽ കുടഞ്ഞിട്ട ഓർമ്മ അവളെ അസ്വസ്ഥയാക്കി. റോസക്കുട്ടി, അവന്മാരുടെ വരവിലെന്തോ ഒരു പന്തികേടുള്ളതുപോലെ, അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നല് മനസ്സിനുള്ളില്. പിന്നിലിരുന്ന യാമിയുടെ കണ്ണുകളിലെ ഭയം സ്കൂട്ടറിന്റെ കണ്ണാടിയിൽ കൂടി അവൾ കണ്ടു. കഴിഞ്ഞ ദിവസം സേവിച്ചനും വിൽസനും വന്നിരുന്ന കാര്യം അവളോട് റോസ് പറഞ്ഞിരുന്നു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല കാശ്യപ്പ, നിങ്ങളെല്ലാം കൂടെ ഇല്ലേ? കനത്തിലൊന്ന് മൂളിയിട്ട് കാശിയപ്പൂപ്പൻ തിരിഞ്ഞു നടന്നു. ഒളിഞ്ഞു വീഴാറായ ഭിത്തിയിലെ ജ്യേഷ്ഠത്തിയുടെ പടത്തിലേക്ക് കാശിയപ്പൂപ്പൻ നോക്കി നിൽക്കെ റോസിന്റെ സ്കൂട്ടർ പാഞ്ഞുപോയി. യാമിയെ തേവരുടെ അമ്പലത്തിൽ ഇറക്കിയിട്ട് റോസ് പ്രജിത്തിന്റെ കടയിലെത്തിയപ്പോ പതിവ് പോലെ അവർക്കൊരു സ്വകാര്യത നൽകിക്കൊണ്ട് ബിജു റഹ്മാനിക്കയുടെ കടയിലേക്ക് പോയി. അവന്മാര് ഇനിയും വന്ന് പ്രശ്നം ഉണ്ടാക്കൂ റോസമ്മോ? പലഹാര പൊതികൾ എടുത്തു വെക്കുന്നതിനിടയിൽ പ്രജിത്തിന്റെ സംശയം കേട്ട് റോസിന്റെ കണ്ണുകൾ ചുരുങ്ങി. പ്രജിത്തേട്ടന് പേടിയുണ്ടോ? ഞാനെന്തിനാ പേടിക്കുന്നേ? സ്വരത്തിലെ പതർച്ച അവൾ അറിയാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടവൻ പൊതികൾ റാക്കിലേക്ക് എടുക്കുമ്പോൾ റോസ് കൈകൾ എളിയിൽ കുത്തി അവന്റെ മുന്നിലേക്ക് കയറി നിന്നു. അതേ, പൊന്നുമുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞിട്ട് അവൻ അവളെ നോക്കി ചിരിച്ചു. എന്തേ? പേടിയാണ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടാതിരിക്കാനാന്നോ മോന്റെ ഭാവം? പരിഭവം നിറഞ്ഞ കവിള് കിള്ളി പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടവൻ വീണ്ടും ചിരിച്ചു. എന്റെ പൊന്നു റോസമ്മോ, ഞാൻ എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യം അമ്മയുടെ അടുത്ത് പറയാൻ പോവുക. കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവന്മാര് പ്രശ്നം ഉണ്ടാക്കാൻ വരത്തില്ലല്ലോ. റോസിന്റെ മുഖം ഒരു പനിനീർപ്പൂവായി. ചുവന്ന ഇതളുകൾ വിടർത്തി അത് സൗരഭ്യം പൊഴിച്ചു. അപ്പോഴാ പൂവിന്റെ ഗന്ധവും മധുരവും ആസ്വദിക്കുവാൻ അവന്റെ മുഖം താഴ്ന്നു വന്നു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക്